ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ ദിവസമാണല്ലോ, കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വീട്ടിലൊരു കാഷ്വൽ ഡേ ആണ്. റോസിയുടെ ഒരു ദിവസമാണ്. ഞാൻ റോസിയുമായി സ്പെൻഡ് ചെയ്യുന്ന ദിവസമാണ്, നമ്മളെ കുളിപ്പിക്കുന്ന ദിവസം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവളെ കുളിപ്പിക്കുന്നു. പിന്നെ എന്താ, അവൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു രീതി കാണിച്ചു തരാം. കുറച്ച് റോസി വിശേഷങ്ങളാണ്. ഡേ വിത്ത് റോസി ഇതൊന്നും അറിയുന്നില്ല, പാവം പോലെ കിടന്നുറങ്ങുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി നടക്കുകയാണ്, റിനോവേഷൻ വർക്ക്. അപ്പോൾ നല്ല ഒച്ചയും ബഹളവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. റോസിയെ കാണിക്കട്ടെ. ഒന്നും അറിയാണ്ട് കിടക്കുന്ന നോക്കോളൂ. സ്ലീപ്പിംഗ് ടൈമാണ്. ചെറിയൊരു മഴക്കോളും ഉണ്ട്. നോക്കാം, ഇടയ്ക്ക് വെച്ച് മഴ വരുമോ എനിക്ക് സംശയമുണ്ട്. ഹലോ, കുളിക്കാൻ പോകാം. ഇതേ റോസി മോളെ, കമോൺ, കം കുളിക്കാൻ പോടാ. ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ടാണ് പോകാൻ നോക്കുന്നത്. അങ്ങനെയല്ല, മുന്നോട്ട് പോയേ, എടുത്തോണ്ട് പോകണോ, ഇനി എടുത്തോണ്ട് പോകണോ, അവളെ എടുത്തുകൊണ്ട് പോകണമെന്നാണ്. അയ്യടാ, അയ്യോ, ഇവിടെ ചങ്ങലക്കിട്ടാലേ പറ്റൂ. ഞാൻ നല്ല ടൈറ്റായിട്ട് ഇവളെ ഇവിടെ പൂട്ടിയിരുന്നു. അമ്മ പോയി ഷാമ്പൂ എല്ലാം ഞാൻ അവിടെ വെച്ചിരിക്കുക, എടുത്തിട്ടുണ്ട്. റോസി കുഞ്ഞാലി, എന്നൊക്കെ പണി വരുന്നുണ്ട്. ഇതിഷ്ടമാണ്, റോസിക്ക് കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തുടക്കം, ഒരു ആരംഭം പാടാം. ഇതാണ് റോസിയുടെ ഷാമ്പൂ, പ്രോളിഫർ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു മേരാ പെറ്റ് ഹെർബൽ കണ്ടീഷണർ ഷാമ്പൂ ആണ്. ഇതിലാണ് അവളെ കുളിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ബ്രഷും കൂടി, ഒരു നമ്മൾ സാധനം പാത്രം കഴുകാനൊക്കെ വാങ്ങില്ലേ, അതുപോലൊരു ബ്രഷാണ് വേണ്ടത്. സോറി, അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങോട്ട് വന്നേ, മര്യാദയ്ക്ക്. കണ്ടോ, ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അവൾ അങ്ങോട്ട് പോകും. ഇപ്പം നോക്കിക്കോളൂ, തുടക്കം മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. അയ്യോ, കം. അവളുടെ കണ്ണിൽ, മൂക്കിൽ ഒന്നും വെള്ളം വീഴരുത്, ചെവിയിൽ. അത് കെയർഫുള്ളായിട്ട് ചെയ്താൽ. ഇവിടെ കുളി തുടങ്ങി കഴിയുമ്പോൾ ഭയങ്കര സുഖമല്ലേ, നല്ല എന്താ പറയുക, കുളിക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്ന ആളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാകും. ഈ കാണുന്ന ആളൊന്നുമല്ല കേട്ടോ, കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര ജാടയാണ്. പിന്നെ ഓട്ടം, ചാട്ടം, കടിക്കുക, ഇതൊക്കെയാണ് അവളുടെ ഹോബി. എക്സൈറ്റഡ് ആവും, ഓവർ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത്, എനിക്ക് പുറകെ ഓടാനൊന്നും പറ്റില്ല, സോറി. ഇനി നമുക്ക് കുറച്ച് ഷാമ്പൂയും തുടങ്ങാം. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാം. പക്ഷെ ഞാൻ സാധാരണ ഗ്ലൗസ് അങ്ങനെ ഇടാറില്ല ഇവളെ കുളിപ്പിക്കുമ്പോൾ. എഴുന്നേറ്റെ. അയ്യോ, എന്തൊരു അനുസരണയുള്ളൂ കുട്ടി നിൽക്കുന്ന കേട്ടോ. അല്ല, ഇതാടാ, എനിക്ക് ഇഷ്ടമാണ്. എനിക്കത് എൻ്റെ വാല് നല്ല ബുഷിയാണ്. ശരിക്കും റോസി ഏത് ബ്രീഡാണെന്ന് ചോദിച്ചാലേ, ഇതൊരു മിക്സ്ഡ് ബ്രീഡാണ്. അപ്പോൾ അത് കണ്ടോ, ഏതൊക്കെ മിക്സാണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഞാനൊരു എക്സ്പേർട്ടല്ല ആ കാര്യത്തിൽ. പക്ഷേ അവളുടെ വാലൊക്കെ ഭയങ്കര ബുഷിയാണ്. ഇവിടെ എല്ലാം കുറച്ച് രോമം കൂടുതലുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? വയറാ, ഇതെല്ലാം കഴുകണം കേട്ടോ, നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. അയ്യോ, ഒരു കുടയിലിട്ട് ഇവിടെ ഇപ്പോൾ കുട തിരിഞ്ഞേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്രഷ് ഇട്ടൊരു പിടുത്തം. ഇവളെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ വേർക്കും. അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഞാൻ പോയി ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായി ഒന്ന് കുളിക്കും. ഗെറ്റ് അപ്പ്, എഴുന്നേറ്റ് നിന്നേ, സ്റ്റാൻഡ് അപ്പ്, ഗുഡ് ഗേൾ. എന്താടാ പിന്നെ എന്ത് പാവമല്ലേ, ശാന്ത സ്വരൂപിയായ കുട്ടിയെ കണ്ടോ? ഇത് ഏത് കുട്ടിയായത്? റോസി കുട്ടിയാണോ? ഇവിടെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്താണ് നമ്മൾ കുളിപ്പിക്കുന്നത്. ഇങ്ങനെ കൊഞ്ചിച്ച്
ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് തുടങ്ങും. അപ്പോൾ ഇവളുടെ ദേഹം ഫുള്ള് കഴുകിയിട്ടാണ് നമ്മൾ ഫേസിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി പല്ല് തേക്കാം. ഓക്കെ. നല്ല സുന്ദരമായ പല്ല് നോക്കൂ, ഒരഴുക്കോ ഒന്നുമില്ല, നീറ്റ്. കണ്ടോ, വൈറ്റ് ടീത്ത്. അവളുടെ പല്ല് കണ്ടോ, നല്ല മിടുക്കി കുട്ടിയാണ്. പല്ലൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കും. തുറന്നേ. യെസ്, അനുമോൾ ഈസ് ഓൾസോ ഹിയർ. അനു റോസിയുടെ കുളിസീൻ കാണാൻ എത്തിയിരിക്കുന്നു. അനു പട്ടി ലവറാണ് കേട്ടോ. അനുവിന് ഭയങ്കര പെറ്റ്സിനെ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ അതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാം. അത് അനുവായിട്ട് വലിയ കൂട്ടാണ് ഈ റോസി. അനു കഴിഞ്ഞു, അതെ നോക്കിയേ, നീറ്റായില്ലേ അവള്, സുന്ദരി കുട്ടി. റോസിയെ എഴുന്നേറ്റ് തന്നു, തല തോർത്തട്ടെ. നമ്മളൊക്കെ ചെയ്താൽ തല തോർത്തലാണ് ആദ്യം. ജലദോഷം വരണ്ട. കൈ എവിടെ? 2 കൈയും. ഇനിയിപ്പോൾ ജാടയായിരിക്കും ഇവിടെ കിടന്ന് ഓട്ടം ബഹളം. ഇനി അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ നേരെ മണ്ണിൽ പോയി കിടന്ന് 2 ഉരുളൽ. അതാണ് അവളുടെ ഒരു റുട്ടീൻ. അതുകൊണ്ട് തൽക്കാലം ചങ്ങല ഊരാതെ നിന്നെ ഇവിടെ നിന്നും സൂക്ഷിച്ച് കൊണ്ടുപോകണം. കയറിയിരിക്കുന്നു, വാലൊക്കെ നോക്കി റെഡിയായി. ബ്യൂട്ടി ഗേൾ നോക്കിയേ, ക്യാമറ നോക്കി ഒന്ന് ചിരിച്ചേ. ചിരിക്കൂട്ടി. എന്തൊരു ഇന്നസെൻ്റ് അല്ലേ അവളുടെ കണ്ണ്. എന്ത് പറ്റി? അയ്യോ, എനിക്ക് ഉമ്മ തരാൻ പോവാണ്. നല്ല സുന്ദരി റോസി. കുറച്ച് അൺവാണ്ടഡ് ഹെയർസൊക്കെ പോവും അതിൻ്റെ ദേഹത്തുള്ള. അത് നമ്മളുടെയൊക്കെ തലമുടി പൊഴിയുന്ന പോലെ തന്നെയാണ്. വേണ്ടാത്തതൊക്കെ പോയിക്കോട്ടെ. ഈ ചീകുന്ന കൂട്ടത്തിൽ ഒരുപാട് ഉടക്കൊക്കെ ഉണ്ടാവും. ഇച്ചിരി ഉണങ്ങുന്നവരെ ഇവിടെ കിടന്നു. I'll give you a treat. കുളിച്ച് നല്ല കുട്ടിയായിട്ട് കുളിക്കുമ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കും നമ്മൾ. അതായത് ഇതിപ്പോൾ മഞ്ച് ആൻഡ് ക്രഞ്ച്, ലോ ഇൻ ഫാറ്റാണ് കേട്ടോ. കഴിച്ചു നോക്കി നിനക്ക് ട്രീറ്റ്. യുവർ ട്രീറ്റ്. ഇതാണ് സംഭവം. കമ്പ് പോലെ ഇരിക്കും, പക്ഷെ അത് മീറ്റാണ്. മീറ്റിൻ്റെ ഒരു ഡ്രൈഡ് ഫോമാണ്. ട്രിപ്പിൾ സ്റ്റിക്ക്. ഇത് UK നിന്ന് മേടിച്ചതല്ലേ. ഞാൻ UK നിന്ന് റോസിക്ക് കൊണ്ടുവന്ന ഭക്ഷണമാണ്. റോസി കുളിച്ച് സുന്ദരിയായി. പക്ഷേ ഞാൻ ഏതാണ്ട് കോലം കെട്ട് ഏതാണ്ട് പകുതി കൂടുതൽ കുളിച്ച് കഴിഞ്ഞു. ഇനി അവളൊന്ന് ഉണങ്ങി വരുമ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് അവളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമ്മളുടെ റോസിയുടെ ഭക്ഷണം, അവളുടെ ലഞ്ച് ടൈമായി. അവളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഴി മേടിച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിനെ വേവിച്ച് വയ്ക്കും. അതിൽ നിന്നും ഇങ്ങനെ ആവശ്യത്തിനെടുത്തിട്ട് ചൂടാക്കും. നോക്കിക്കോളൂ, ഇതിനകത്ത് അതിൻ്റെ ആ ഒരു ഫാറ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ചിക്കൻ്റെ ഫാറ്റെല്ലാം ഇങ്ങനെ ഉരുകി വരും. ഇതൊന്ന് ചൂടാവുകയും ചെയ്യും. ഞാൻ ഫ്രിഡ്ജിനകത്ത് പാത്രത്തിൽ അടച്ചു വെക്കും. അതിങ്ങനെ ഇച്ചിരി വെള്ളം കൂടി ഞാനിപ്പോൾ ഒഴിക്കും. നോക്കോളൂ, റോസിയുടെ സ്പെഷ്യൽ ഫുഡാണ് നോൺ-വെജ്. അവൾക്ക് നോൺ-വെജ് മസ്റ്റാണ്. അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് രണ്ടിലേതെങ്കിലും ഒരെണ്ണം മസ്റ്റാണ്. നല്ല ചോറ് കഴിക്കുള്ളൂ. മീനൊന്നും കഴിക്കില്ല, ഇഷ്ടമല്ല. പിന്നെ ഇതിപ്പോൾ വേറെ ഒന്നുമില്ല. ചിക്കൻ്റെ പീസസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വയ്ക്കുന്നതാണ്. അങ്ങനെയാണ് ഒന്നിച്ച് വേവിച്ച് ഒരു ബോക്സ് എന്താ പറയുക, ഒരു അടപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ബീഫാണെങ്കിലും അവൾക്ക് വലിയ ഇഷ്ടമാണ്. കുറേ കൂടി ഫാറ്റ് ഉണ്ടാവും ബീഫിൻ്റെ. അപ്പോൾ ഒരാഴ്ച ചിക്കൻ ആണെങ്കിൽ അടുത്ത ആഴ്ച ബീഫായിരിക്കും.
എല്ലുള്ള പീസാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ആക്കിയിട്ട് ചൂട് ചോറാണെങ്കിൽ ചോറ് മാത്രം എടുത്തിട്ട് കൊടുത്താൽ നല്ലതായിട്ടൊന്ന് ഒതുങ്ങി വരും. പക്ഷെ എങ്കിലും ഒന്ന് ചൂടാക്കുന്നതല്ല. അതിനകത്ത് അവൾ ചോറൊന്നും അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളല്ല. പീസസാണ് കൂടുതൽ ഇഷ്ടം മീറ്റിൻ്റെ. ഇത്ര മതി. വെള്ളോ പരിപാടി ഓഫ് ചെയ്താൽ മതി. ഇനി ആ ഒരു സ്റ്റോക്കൊക്കെ ആ ചോറിലൊക്കെ മിക്സായി അതിൻ്റെ രുചിയെല്ലാം ചോറിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ചിലർ പറയും പട്ടിക്കുട്ടികൾക്കൊക്കെ ഉള്ള ആഹാരം ഉണ്ടാക്കുന്ന ഉപ്പ് ചേർക്കരുതെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനെപ്പോഴും ചേർക്കാറുണ്ട് പണ്ട് തൊട്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് ചേർക്കും. അതൊരു അണുനാശിനിയും കൂടെയാണ്. ഇനി ഇത് അവളുടെ പാത്രം എന്ന് പറയുന്നത് ഇതാണ് അവളുടെ പാത്രം. ഒരു ബിരിയാണി പോലെയാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത്. ചോറ് നമ്മൾ ചമ്പാവരി ചോറല്ലേ കഴിക്കുന്നത്, അത് കാരണം ചോറ് മാത്രം ചമ്പാവരി. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ഈ ആഴ്ച മുഴുവൻ ചിക്കനാണ്, ഇനി അടുത്ത ആഴ്ച അവൾക്ക് ബീഫായിരിക്കും. ഇതൊരു ബീഫ് ബിരിയാണി പോലെ അപ്പോൾ കൊടുക്കും. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണി പോലെ ഇരിക്കുന്നില്ലേ. ഇതാണ് റോസിയുടെ ഭക്ഷണം. എവ്രി ഡേ ഫുഡ്. ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് വലിച്ച് കഴിക്കുന്ന ആളല്ല. ഭയങ്കര ഡീസൻ്റാണ് ഫുഡ് ഹാബിറ്റ്സിലൊക്കെ. കുളിച്ചതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. സ്ട്രെച്ചിങ്. ഇനി കഴിക്കും. ആഹാരം കഴിക്കും. വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. മറ്റത് എന്താ പറയുക, അവളുടെ ചിക്കൻ ബിരിയാണി. റോസി ഗോ ആൻഡ് ഹാവ് യു ഫുഡ്. പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെയാണ്. ആഹാരം കൊണ്ടുവച്ചാൽ ഉടനെ ഓടി വന്ന് കഴിക്കുന്നൊരു സ്വഭാവമൊന്നും റോസിക്കില്ല. റോസി ഇങ്ങനെ ടൈം എടുത്തേ കഴിക്കുള്ളൂ. സാവധാനം കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടില്ലേ പതുക്കെ പോയി കഴിക്കും. ഒരു ആക്രാന്തം ഇല്ലാത്ത സ്വഭാവം. വളരെ ഡീസൻ്റാണ്. നമുക്ക് തോന്നുന്നു അവൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ കഴിച്ചോളും. ഷീ ടേക്സ് ടൈം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ നോക്കുക. റോസി അപ്പോൾ റോസിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് റോസി കുറേ നാളായിട്ട് എല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ റോസി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റോസി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു ഡോഗാണ്. ഇവളെൻ്റെ അടുത്ത് എത്തിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഏതാണ്ടൊരു 10 മാസമെങ്കിലും പ്രായം ഉണ്ടായിരുന്നിരിക്കണം റോസിക്ക്. കാരണം പേരൂർക്കടയുള്ള എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ വെളിയിലാണ് ഇവൾ ആദ്യം വന്നത്. ആ സമയത്ത് എൻ്റെ മദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അവിടെ ഇഷ്ടംപോലെ സ്ട്രേ ഡോഗ്സ് വന്ന് കയറുന്ന സ്ഥലമാണ്. ക്യാമ്പസ് അല്ലേ, ക്യാമ്പസിൻ്റെ പല ഭാഗത്തായിട്ട് കുറേ ഡോഗ്സ് വരും. ആ കൂട്ടത്തിൽ 2-3 പട്ടികളുടെ കൂടെ ഇവൾ കളിച്ച് വന്നു. പക്ഷെ എന്നെ കണ്ടതും ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ എൻ്റെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ല. എൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങി ഇദ്ദേഹം. അപ്പോൾ അതിൻ്റെ കഴുത്തിലൊരു ബാൻഡ് ഉണ്ടായിരുന്നു ഇതുപോലെ. അയ്യോ, ഇതിനൊരു ചെറിയൊരു ആരോ വളർത്തിക്കൊണ്ടിരുന്ന നല്ലൊരു ഡോഗ് തന്നെ ആയിരുന്നു. പക്ഷെ അവൾ കുഞ്ഞായിരുന്നു, 10 മാസമാണ്. പക്ഷേ ഇത്ര വലുതല്ലെങ്കിലും ഇതിൻ്റെ ഒരു പകുതിയോളം വലിപ്പം ഉണ്ടായിരുന്നു അന്ന്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ ചുറ്റാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നൊരു രീതി. അങ്ങനെയാണ് ഇവളെ ഞാൻ അഡോപ്റ്റ് ചെയ്തത്. പിന്നെ എൻ്റെ മോളെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അയ്യോ, ഭയങ്കര കുഴപ്പമാണ്. കൂടുതൽ കൊഞ്ചിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കടിക്കാൻ പറ്റും. കളിക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ കളി ചിലപ്പോൾ കാര്യമായാലോ, അല്ലേ? അങ്ങനെയല്ലേ? അയ്യോ, ഇപ്പം ഏറ്റവും ചെല്ലത്തിലിരിക്കുന്ന സമയമാണ്. ഭയങ്കര പെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ വിളിച്ചുണർത്തി കഥ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പേരൂർക്കടയിൽ നിന്ന് എൻ്റെ മദറിൻ്റെ മരണശേഷം ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ കൊണ്ടുവന്നു. കാര്യം ഞാനില്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കെട്ടിയിടാനൊന്നും പറ്റില്ല. അതൊരുപാട് വലിയൊരു ക്യാമ്പസ് ആയതുകൊണ്ട് അവിടെ വേറെ ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ഓടി നടന്ന് ഇവളെ നമുക്ക് വീണ്ടും നഷ്ടപ്പെടും. ഇവൾ സ്ട്രേ ആയി പോകുന്നു, എനിക്ക് പേടി. റോസി, പിന്നെ ഇവൾക്ക് ഒരു നേരം ഭക്ഷണമുള്ളൂ. ഞാൻ കാണിച്ചു തന്നല്ലോ ഇവൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന്. അതായത് പാല് കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുറച്ചുകൂടി ചെറുതായിരുന്നപ്പോൾ പാലൊക്കെ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ഇഷ്ടമല്ല. പാല്, ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ്, മധുരമൊക്കെ ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. സ്വീറ്റ്സ്, പിന്നെ പൊറോട്ടയും ചിക്കനും ഇഷ്ടമാണ്. ചിക്കൻ പൊറോട്ട അതിഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ ചോറ്, മീനൊന്നും ഇഷ്ടമല്ല. ചോറ്, ബീഫ്, മട്ടൺ ഇഷ്ടമാണ്. പക്ഷേ മട്ടൺ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ചിക്കൻ
അങ്ങനെ. പിന്നെ എല്ലൊക്കെ ഇഷ്ടമാണ്. നോ 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 ചട്ടമ്പി. ഇനി നോ നോക്കൂ റോസി, അടി അടി അടി. പിന്നെ ഇതിനെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ കൊണ്ടുപോകും കോളനിക്കകത്ത്. അതിനെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടാണ്, ലീശ് വെച്ചിട്ട് കൊണ്ടുപോകും. അത് കൂടുതലും വിഷുവാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് അധികം സമയം കിട്ടാറില്ല, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാനും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ഫ്രീ ആയിരിക്കുവാണ്. ഇന്ന് ഞാനായിരിക്കും കൊണ്ടുപോകണേ. നോ ചട്ടമ്പി, നോ 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 നോ. ഡ്രസ്സിൽ കടിക്കുകയാണ് പ്രധാന ഹോബി. അയ്യേ, നിന്റെ ഇമേജ് കംപ്ലീറ്റ് പോവും. അമ്മ ഇത് കടിക്കുന്ന പട്ടിക്കുട്ടിയാണെന്ന് കാണിച്ചാൽ. അയ്യയ്യയ്യേ, വെരി ബാഡ് ബിഹേവിയർ, ബാഡ് ഗേൾ, യു ആർ എ ബാഡ് ഗേൾ. ഓക്കെ, അത് ശരി. അപ്പോൾ എന്തായാലും കോളനിക്കകത്തോടെ ഒന്ന് റോസിയെ വാക്കിന് കൊണ്ടുപോകാം. വന്നേ. ഇത് അത്യാവശ്യം ഇത്രയും നീളത്തിന് അവൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലീഷാണ്. ഇത്ര ദൂരം വരെ അവൾക്ക് പോകാൻ വേണമെങ്കിൽ. എനിക്ക് പെട്ടെന്ന് അവളെ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിലും ഈസിയാണ്. ലോക്ക് ചെയ്യാം. അയ്യോ, ലോക്ക് ചെയ്യാൻ പോണു. വരൂ. വലിയ മടിയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ വലിയ പാടാണ്. ഓക്കെ, ഇനി ഇവിടെ എത്ര വേണമെങ്കിലും കിടന്ന് കറങ്ങിക്കോളൂ. ഓട് 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 ഓട്. വെക്കോളൂ. അകത്ത് പുറത്ത് പോകണോ ഇനി അല്ലേ? വേണ്ട കോട്ടെ പ്ലീസ്. യെസ്, അവളുടെ കൂട്ടിനകത്ത് കയറി. ഇതാണ് അവളുടെ റെസ്റ്റിംഗ് പ്ലേസ്. പകുതി സമയം ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പൂട്ടിയിടാറൊന്നുമില്ല. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രം പൂട്ടും. നോക്കുകയാണേ ഇനിയും പുറത്തു പോകാൻ വല്ല ചാൻസ് ഉണ്ടോന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ റോസിയുടെ റെസ്റ്റിംഗ് ടൈം. പിന്നെ കയറി കിടക്കുന്ന നോക്കും. ചുമ്മാ ഉറക്കമൊന്നുമല്ല കേട്ടോ, അതിനകത്ത് കയറി ഒളിച്ചിരിക്കുവാണ്. ഇത് കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ്. അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല മഴയാകും. അപ്പോൾ അവളുടെ വാക്കൊക്കെ നേരത്തെ തീർത്തു. മഴയായി കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിനകത്തേക്ക് കയറാൻ ടെൻഡൻസിയാണ്. ഇവിടെ വന്നിരിക്കും. അയ്യോ, ഇടിയും മിന്നലൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഈ വാതിലൊന്ന് തുറന്നു കൊടുക്കും, ജസ്റ്റ് ഒന്ന് കാണാൻ, നമ്മളെയൊക്കെ ഒന്ന് കണ്ടാൽ മതി ആളിന്. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റോസിയുടെ ഒരു ദിവസം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണോന്ന് വെച്ചാൽ അല്ല. എല്ലാ ദിവസവും അവൾ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ടെറസിൻ്റെ മുകളിൽ ഒരാകെ ബഹളമാണ്. കുളി ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയമുള്ള ദിവസങ്ങളാണ് കൂടുതലും കുളിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ നടക്കാൻ കൊണ്ടുവന്ന് കൂടുതലും വിഷ്ണു കൊണ്ടുവന്ന്, ഞാൻ ഇടയ്ക്കേ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ കുളിപ്പിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാത്ത ദിവസങ്ങളിൽ അനു ഫ്രീ ആണെങ്കിൽ അനുമോളും ആണെങ്കിലും റോസിയെ കുളിപ്പിക്കും. അനുവിനും പെറ്റ്സെന്ന് പറഞ്ഞാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതാണ് സംഭവം. ഇത് നോക്കും, ഭയങ്കര നോട്ടിയാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 3 വയസ്സാകാറായി എന്ന് പറയാം, വയസ്സ് പറയാനാണെങ്കിൽ. ബർത്ത്ഡേ എന്നാണെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയപ്പോൾ വളരെ വൈകിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊരു ലഷേർലി ആയിട്ടുള്ളൊരു ദിവസമാണ്. വലിയ തിക്കും തിരക്കൊന്നുമില്ല. എനിക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഹായ് റോസി.